Hi students, welcome to another video session of Think Institute of Design. It's me Basil. Let's jump into the session. ഓക്കെ, നമ്മൾ ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കണ്ടു, കൺട്രീസ് കണ്ടു, അങ്ങനെ ഒരുപാട് ഫീൽഡ് കവർ ചെയ്തു. നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു ഫീൽഡ്, നമ്മൾ സയൻസിലോട്ട് പോവുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്. ആ സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ലോകത്ത് ഇന്നും ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്നും ലോകത്തിൽ വളരെ ചർച്ചാ വിഷയമാണ്. This Serbian American inventor is credited with the modern alternating current. അതായത് AC അല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, അതുപോലെ DC കറണ്ട് ഉണ്ട് അല്ലേ. ഇതിനകത്ത് AC കറണ്ട് അല്ലേ, നമ്മളിന്ന് നമ്മുടെ വീടുകളിലോട്ടൊക്കെ എന്താണ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് AC കറണ്ട് വഴിയാണ്. ട്രാൻസ്ഫോമേഴ്സ് അല്ലേ, ഹൈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്, ആ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. He claimed to have designed a death ray എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ എന്താണ് വയർലെസ് ഇലക്ട്രിസിറ്റി ലോകത്തിന് മൊത്തം കൊടുക്കാൻ വേണ്ടി ഒരു ടവറും ഇദ്ദേഹം സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണമായിരുന്നു, ബട്ട് അത് സക്സസ് ആയില്ല. ഈ ഡെത്ത് റേയും സക്സസ് ആയില്ല. ഇതൊരു പാർട്ടിക്കിൾ ബീം ജനറേറ്റർ ആയിരുന്നു. ഓക്കെ, അത് ഇലക്ട്രിക്കലി ആക്സിലറേറ്റ് ചെയ്യുന്ന കുറച്ച് പാർട്ടിക്കിൾ കൊണ്ട് എന്താണ് ബുള്ളറ്റ്സിനൊക്കെ പകരം ഈ ഒരു ഡെത്ത് റേ വഴി ആക്രമിക്കുക, ഒരു ഡിഫെൻസീവ് വെപ്പൺ അപ്പോൾ ഡിസൈൻ ചെയ്തിരുന്നു ഇദ്ദേഹം. ഓക്കെ, ഹി ഹെൽഡ് ഓവർ 300 പേറ്റൻസ്, 300-ലധികം പേറ്റൻറ്റ് ഹോൾഡ് ചെയ്തൊരു വ്യക്തി. ഇവിടെ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ ന്യൂയോർക്കിൽ ഒരു ഹോട്ടലിൽ വളരെ ദരിദ്രനായിട്ടാണ് മരിച്ചത്. ഓക്കെ, വെസ്റ്റിൻ ഹൗസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫണ്ട് ചെയ്തിരുന്ന ഒരാൾ, അവർ കുറച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി കുറച്ച് ക്രൈസിസ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേറ്റൻറ്റ് മണി വേണ്ടാന്ന് വെച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിനും സയൻസിൻ്റെ പുരോഗതിക്കും വേണ്ടിയാണ് കൂടുതൽ വാല്യൂ കൊടുത്തത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ, ലോകം മഹാനെന്ന് വാഴ്ത്തിയ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു. ബട്ട് തോമസ് ആൽവ എഡിസണും ഈ വ്യക്തി നമ്മളെ റൈവലറി വളരെ ഫേമസ് ആണ്. ഓക്കെ, ഇദ്ദേഹം ഈ എഡിസൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം തന്നെയുണ്ട്. കാര്യം അസൂയ എന്ന് പറയുന്നത്, ഇദ്ദേഹം എഡിസൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. അപ്പോൾ എഡിസൺ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു പ്രത്യേക സാധനം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് ഓർക്കുന്നില്ല. ആ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. ബട്ട് അത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടും എഡിസൺ അത് കൊടുത്തില്ല. ഞാൻ തമാശ പറഞ്ഞാന്ന് പറഞ്ഞു. അമ്മ തൊട്ട് തുടങ്ങിയ റൈവലറി. പിന്നീട് AC കറണ്ട്, നമ്മുടെ എഡിസൺ എന്ന് പറയുന്നത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത് DC കറണ്ടിനെയാണ്. ഓക്കെ, ഡയറക്റ്റ് കറണ്ടിനെയാണ്. ബട്ട് AC കറണ്ട് അത് വളരെ അപകടമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു ആനയെ ഷോക്ക് അടിപ്പിച്ച് കൊന്നു എഡിസൺ, AC കറണ്ട് ഉപയോഗിച്ച്. ഓക്കെ, അതിനൊക്കെ ഇവർ തമ്മിലുള്ള റൈവലറി അത്ര ഫേമസ് ആയിരുന്നു. ഓക്കെ, ബട്ട് ഇവൻച്വലി അദ്ദേഹം മരിച്ചു. ബട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് സക്സസ് ആയില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ AC ഡിസൈനിങ് സിസ്റ്റമാണ് ഇന്ന് ലോകം മൊത്തം ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അത് സയൻസ് അറിയാവുന്നവർക്ക് പറഞ്ഞതാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ഇതാണ്. ബട്ട് ഇതല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ക്ലൂ. ഇന്ന് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാർ കമ്പനിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഓക്കെ, ലോകത്തെ ഇലക്ട്രിക് കാറിൻ്റെ ഏറ്റവും വലിയ മുടിചൂടാൻ മന്നനൊക്കെ പറയാവുന്ന നമ്മുടെ എലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള കാർ കമ്പനി, അത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇറ്റ് ഇസ് നൺ അതർ ദാൻ ടെസ്ല. നിക്കോളായ് ടെസ്ല എന്ന് പറയുന്ന ഒരു സെർബിയൻ അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് നിക്കോളായ് ടെസ്ല എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു കമ്പനീനെ കുറിച്ചാണ്. ഒരു കാലത്ത് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയായിരുന്നു. ഇപ്പോൾ 90s കാലഘട്ടത്തിൽ ജനിച്ച, അല്ലെങ്കിൽ മില്ലനിയൽസ് അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ജനിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പലരും ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ആയിരിക്കും. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ട ഫോൺ എന്നൊക്കെ പറയുന്നത് ഈ കമ്പനിയുടെ ആയിരുന്നു. ഇപ്പോൾ തന്നെയാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഇൻ 1865 ആസ് എ സിംഗിൾ പേപ്പർ മിൽ ഓൺ റഷ്യൻ എംപയർ. ആ സമയത്ത് റഷ്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ, സോവിയറ്റ് യൂണിയന് മുമ്പ് റഷ്യൻ എംപയർ ഉണ്ടായിരുന്നു. ഓക്കെ, ഫിൻലൻഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫിൻലൻഡാണ്. ഓക്കെ, ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യം ഒരു നമ്മുടെ യൂറോപ്പിലെ ഒരു നോർത്ത് സൈഡിലുള്ള രാജ്യമാണ്. ഓക്കെ, ബിഫോർ ബിക്കമിങ് എ ടെക് ജയൻറ്റ് ദേ മാനുഫാക്ചേർഡ് റബ്ബർ ബൂട്ട്സ്, കാർ ടയേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ കേബിൾസ്. അതിനുശേഷമാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇതിലോട്ടൊക്കെ വരുന്നത്. ദേ പ്രൊഡ്യൂസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ ഫോർ ദ നോർഡിക് മൊബൈൽ ടെലിഫോൺ നെറ്റ്വർക്ക്. ഓക്കെ, നോർസ് എന്ന് പറയുന്നത് പണ്ട് കാലത്തെ വൈക്കിങ്സ് ജീവിച്ചിരുന്ന
സ്ഥലത്തിനാണ് നമ്മൾ നോർസ് മിത്തോളജി എന്നൊക്കെ പറയുക. അതായത് ഈ ഫിൻലൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തെ വൈക്കിംഗ് എംപയറിൻ്റെ ഭാഗമായിരുന്നു. നമ്മൾ അവരെ കോമൺ ആയിട്ട് വിളിക്കുന്നത് നോർഡിക് അല്ലെങ്കിൽ നോർസ് എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് വിളിക്കും ആ ഒരു സ്ഥലങ്ങളെ. ഓക്കെ, അപ്പോൾ നോർഡിക് മൊബൈൽ ടെലിഫോണിന് വേണ്ടി ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് മൊബൈൽ ഹാൻഡ്സെറ്റ് ഡിസൈൻ ചെയ്താണ് ഇവരുടെ തുടക്കം. ഫോർ 14 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, തുടർച്ചയായിട്ട് 14 കൊല്ലം അവരായിരുന്നു ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് മൊബൈൽ ഫോൺ മാനുഫാക്ചേഴ്സ്. അതായത് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇവരായിരുന്നു രാജാക്കന്മാർ. പിന്നീട് അവരുടെ സ്ഥാനം അവർക്ക് നഷ്ടപ്പെടാനുള്ളത്. അതായത് ആൻഡ്രോയിഡ് ഫോൺസ്, നമ്മുടെ ടച്ച് ഫോൺസ്, ആൻഡ്രോയിഡിൻ്റെയൊക്കെ വരവോടുകൂടി ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. Their iconic ringtone is actually based on a 19th century guitar work. ഓക്കെ, ഗ്രാൻഡ് വാൾസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ഗിറ്റാർ വർക്ക്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്യൂണാണ്. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും ഇത് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ആൻസർ വേറെ ഒന്നുമല്ല, നോക്കിയ. ഇവരുടെ ഏറ്റവും അവരുടെ ഒരു സ്ലോഗൻ, കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സ്ലോഗൻ, നിങ്ങൾ ആ പഴയ നോക്കിയ മൊബൈൽ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് നൊസ്റ്റാൾജി തോന്നുന്നുണ്ടാവും, എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ കൈ ഇങ്ങനെ വരുന്ന ഈ ഒരു ഇതും ആ ഒരു ഫേമസ് ഗിറ്റാർ മ്യൂസിക്കും. ഓക്കെ, ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെറുപ്പത്തിൽ ഉപയോഗിച്ച ഒരു ഫോണാണ്. നിങ്ങൾ പലരും കണ്ട ഒരു ഫോണായിരിക്കും. നോക്കിയ എന്ന് പറയുന്ന കമ്പനി ഫിൻലൻഡിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ്. ഈ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ആക്ച്വലി ഇവർ മൊബൈൽ രംഗത്ത് നിന്നൊക്കെ മാറി 5G, അതായത് B2B സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ടെക് കമ്പനിയായിട്ട് മാറി. ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഒരു മൊബൈൽ ഡിവിഷനിൽ നിന്ന് എൻറ്റയർലി മാറി. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും ഒരു രാജ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്ലെയിം അല്ലെങ്കിൽ പിടിച്ചടക്കണം എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു. ബട്ട് വെനസ്വേലയുടെ ഇറാൻ്റെ അത്രയൊന്നും ഇമ്പോർട്ടൻസ് ഇതിന് കിട്ടിയില്ല. ബട്ട് അദ്ദേഹത്തിന് നോട്ടമുണ്ട്. നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഓൺലി പ്ലേസ് ഓൺ എർത്ത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ ഏത് സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് സൺറൈസ് പസഫിക് ഓഷ്യനിൽ കാണാം. ആ സെയിം സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണുകയാണെങ്കിൽ അത് അറ്റ്ലാന്റിക് ഓഷ്യനിലായിരിക്കും ആ സൂര്യൻ അസ്തമിക്കുക. അതായത് സെയിം സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് രണ്ട് സമുദ്രത്തിൽ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് രാജ്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതായത് രണ്ട് സമുദ്രങ്ങളെ വേർതിരിക്കുന്ന ഒരു സ്ഥലം അല്ലേ. ഇറ്റ് ഈസ് എ ട്രാൻസ് കോണ്ടിനെൻ്റൽ കൺട്രി. അതായത് കോണ്ടിനെൻ്റുകൾക്ക് അതീതമായി അല്ലെങ്കിൽ രണ്ട് കോണ്ടിനെൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ദാറ്റ് വാസ് വൺസ് പാർട്ട് ഓഫ് കൊളംബിയ. ബട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സൂയസ് കനാൽ പറയുന്നത് പോലെ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കനാലുണ്ട്. ഈ കനാൽ അറിയപ്പെടുന്നത് ഈ രാജ്യത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കനാലിൻ്റെ പേര് അറിയാവുന്നവർക്ക് ഇതറിയാം. കാര്യം ലോകത്തെ ഒരു എൻജിനീയറിംഗ് വിസ്മയം എന്ന് പറയാവുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഒരു കനാൽ എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും അത് രണ്ട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഹൈറ്റിലാണ്. ഓക്കെ, നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പ്രത്യേക തരത്തിലുള്ള ഡോക്കിംഗ് മെക്കാനിസം വഴി, ലിഫ്റ്റ് വഴി ഷിപ്പിനെ എടുത്ത് ഉയർത്തി പിന്നെ താത്തിയൊക്കെയാണ് ഷിപ്പിനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്, കടത്തി വിടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായത്. ആലോചിച്ച് നോക്കുക, ഒരു കപ്പലിനെ എടുത്ത് പൊക്കുന്നു, എടുത്ത് താത്തുന്നു. ഓക്കെ, അത് ആക്ച്വലി ക്രെയിൻ കൊണ്ടൊന്നുമല്ല, വെള്ളത്തിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ ആ ഒരു കനാൽ ലോകത്തിലെ വലിയൊരു വളരെ ഫേമസ് ആയിട്ടുള്ള കനാലാണ്. അത് ഈ രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ കൺട്രിയുടെ ഷേപ്പ് ഒരു പ്രത്യേക തരത്തിലാണ്. ഓക്കെ, ഒരു എസ് ഷേപ്പ്ഡ് കൺട്രിയാണിത്. ഇതിൻ്റെ ഒരു യുണീക്ക് ഷേപ്പ് കാരണം ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ആക്ച്വലി ടു ദ വെസ്റ്റ്. കാര്യം അങ്ങനെയല്ല വരേണ്ടത്. ബട്ട് ഈ എസ് ഷേപ്പ് കാരണം ഇത് വെസ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ആൻഡ് പസഫിക്, ഓക്കെ, വെസ്റ്റ് ഓഫ് ദ പസഫിക് അറ്റ് ദ കനാൽസ് എൻട്രൻസ്. ഓക്കെ, അതിൻ്റെ കനാലിൻ്റെ എൻട്രൻസ് അതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് കാരണം ഇതിൻ്റെ രണ്ട് സമുദ്രവും അതിൻ്റെ എൻട്രി പോയിന്റ്സ് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് കാണുക. നിങ്ങൾക്ക് അതിൻ്റെ മാപ്പ് എടുപ്പ് നോക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുക. ഓക്കെ, മാപ്പ് എടുപ്പ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലേസ് ഇൻ ദ വേൾഡ് വെയർ ദ ബ്രിഡ്ജ്, ഓക്കെ, വെയർ ദ ബ്രിഡ്ജ് ഓഫ് അമേരിക്ക, അത് അറിയപ്പെടുന്നത് ബ്രിഡ്ജ് ഓഫ് അമേരിക്ക. നമുക്കറിയാം അമേരിക്ക രണ്ട് കോണ്ടിനെൻ്റ് ഉണ്ട് അല്ലേ, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്. ഈ രണ്ട് കോണ്ടിനെൻ്റിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു കൺട്രി അറിയപ്പെടുന്നത് പനാമ എന്നാണ്. ഓക്കെ, പനാമ നിങ്ങൾ ഈ കാണുമ്പോഴാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പനാമ കനാൽ. ഇതതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റ് മാത്രമാണ്. ഓക്കെ, പനാമ കനാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പോൾ പനാമ കനാൽ ഇതൊരു ഓഫ്ഷോർ സേഫ് ഹെവൻ ഫോർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ബില്യണേഴ്സൊക്കെ ഇവിടെ ടാക്സ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നൊരു ന്യൂസും കൂടെ കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നു. ബട്ട് എനിവേ ഇറ്റ് ഈസ് ഫേമസ് ഫോർ
പനാമ കനാൽ ആൻഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ അമേരിക്കാസ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ കുറിച്ചുള്ളതാണ്. അതായത് മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന് വേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ചരിത്രം കൊടുക്കാറില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന മാത്രമാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും അറിയത്തുള്ളൂ. ബട്ട് ഇദ്ദേഹം കൊടുത്ത ബാക്കി സംഭാവനകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹി വാസ് എ പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 29 ഭാഷ സംസാരിക്കും എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ആക്ച്വലി ഒരു 10 to 11 ലാംഗ്വേജ്, അത് തന്നെ വളരെ കൂടുതലാണ്. ഓക്കെ, 10 to 11 ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സോ അത്രത്തോളം ഇൻ്റലക്ച്വലി കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ആദ്യമായിട്ട് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. ഓക്കെ, ഇദ്ദേഹം ലണ്ടൻ സ്കൂളിൽ നിന്ന് നേടിയിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ഡോക്ടറേറ്റ് 2 പ്രത്യേക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കിയ ഒരു ഇന്ത്യക്കാരൻ. ഓക്കെ, ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഡു സോ. ദ സിംബൽ ഓഫ് നോളജ്, ഹി ഈസ് ദ ഓൺലി. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം സിംബൽ ഓഫ് നോളജ്, ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നോളജ് ഡേ ആയിട്ട് നമ്മുടെ സർക്കാരുകൾ ആചരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്താണ് നോളജ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. നമ്മുടെ ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് അധികം ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് കോൺട്രിബ്യൂഷൻസ് നോക്കാം. നമ്മുടെ ഇന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു നിയമം, അത് ഇന്ത്യയിൽ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓക്കെ, അന്ന് 12 മണിക്കൂറായിരുന്നു ഡ്യൂട്ടി ടൈം. അത് 8 മണിക്കൂർ എന്ന് പറഞ്ഞ ആ ഒരു ടൈമിലേക്ക് ചുരുക്കിയത് ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. അതുപോലെ മറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ ഒരു ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും ഇദ്ദേഹം കാരണമാണ്. ഓക്കെ, ലേബേഴ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ സജഷൻ കാരണമാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ അശോക ചക്രം ഉൾപ്പെടുത്തിയത്. അത് വളരെ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു ഫാക്റ്റാണ്. ഓക്കെ, അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ത് അശോക ചക്രം നടുക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത്. നമുക്ക് നോക്കാം, ഇനിയുണ്ട്. ഫാദർ ഓഫ് RBI എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ശരിക്കും കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ കാരണമാണ് ബ്രിട്ടീഷുകാർ, നിങ്ങൾക്കറിയാം RBI സ്ഥാപിച്ചത് ആക്ച്വലി ബ്രിട്ടീഷുകാരാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് കൺസെപ്ഷ്യലൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ്. നമ്മൾ പറഞ്ഞു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ട് ആണ് ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ RBI എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം സ്ഥാപിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. സോ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ബേസിസിലാണ് RBI സ്ഥാപിക്കപ്പെടുന്നത്. അത് റെക്കമെൻഡ് ചെയ്തത് ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ ആണെങ്കിലും അവരാധാരമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ്. പിന്നീട് വേറൊരു കാര്യം, വാട്ടർ മാനേജ്മെൻറ്റ് നോക്കുക. ഇദ്ദേഹം വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് സംഭാവന കൊടുത്ത ആളാണ്. ഒരുപാട് മീൻസ് 2 പ്രധാനപ്പെട്ട ഡാമുകൾ, ഓക്കെ, ഇന്ത്യാസ് മേജർ റിവർ വാലി പ്രൊജക്ട്സ് ഇൻക്ലൂഡിങ് ദാമോദർ വാലി ആൻഡ് ബക്രാനങ്കൽ ഡാംസ്. ബക്രാനങ്കൽ ഡാംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നീളം കൂടിയ ഒരു അണക്കെട്ടാണ്. വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് വന്നത് ഇദ്ദേഹം ജലവിഭവ മന്ത്രിയായിരുന്നപ്പോഴാണ്. സോ ഇത് എന്താണ് പറയുക, നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണം. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്താണെന്ന് ഓർക്കണം. സോ ഒരു പ്രൊഫഷണൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യക്ക്, ഇദ്ദേഹം മന്ത്രിയായിരുന്നു. സോ അന്ന് അതിന് വേണ്ടി ഇദ്ദേഹം ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പവർ ഗ്രിഡ്, അതായത് വൈദ്യുത വിതരണ സംവിധാനം, നാഷണൽ പവർ ഗ്രിഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൊടുത്തതും ഇദ്ദേഹമായിരുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്യാത്ത എന്താ പറയുക കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ബട്ട് എല്ലാവരും ഇദ്ദേഹത്തെ അറിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്ന പേരിൽ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ഒരു ദളിതനായിരുന്നു. സോ ദളിത് മൂവ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലോകത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അത്രയും ഉയരങ്ങൾ അച്ചീവ് ചെയ്ത വ്യക്തിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ, ഭീം റാവു അംബേദ്കർ. ഓക്കെ, നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇദ്ദേഹമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ. ഓക്കെ, അംബേദ്കറായിട്ട് വേഷമിട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അങ്ങനെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇന്ത്യയുടെ ചരിത്രത്തിൽ അധികമാരും ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ അർഹിച്ച പ്രാധാന്യം കിട്ടാണ്ട് പോയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഹിന്ദു കോഡ് ബില്ല് വളരെ ഫേമസ് ആണ്. കാര്യം ഇന്ന് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ഇത്രയും ലിബറലായിട്ട് ജീവിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ഹിന്ദു കോഡ് ബില്ലാണ്. ഓക്കെ,
അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലേ? ഓക്കെ, ഇതിനകത്തില്ല, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞ ആ ഒരു ബില്ല് വളരെ ഫേമസ് ആണ്. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനീനെ കുറിച്ചാണ്. ഓക്കെ, വളരെ ഫേമസ് ആണ്, ടെക് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. നമുക്ക് നോക്കാം. ദിസ് എൻറ്റിറ്റി ഒറിജിനലി നെയിംഡ് കമ്പ്യൂട്ടിംഗ് ടാബുലേറ്റിംഗ് റെക്കോർഡിംഗ് കമ്പനി. ഓക്കെ, 1920s 1930s ഈ കമ്പനി അന്ന് സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് ഈ കമ്പനി അറിയപ്പെട്ടത് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ടാബുലേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ്. പിന്നീട് 1924 ഈ കമ്പനി പേര് മാറ്റുന്നുണ്ട്. ആ പേരിലാണ് ഇന്നും ഈ കമ്പനി അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്നും നിലവിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടെക് കമ്പനിയാണിത്. ഓക്കെ, ഇറ്റ് ഈസ് നിക് നെയിംഡ് ബിഗ് ബ്ലൂ. ഇതാണ് ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത്, ബിഗ് ബ്ലൂ. ഇതിൻ്റെ ലോഗോ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഈ ബ്ലൂ കളർ വളരെ ഫേമസ് ആണ്. ഓക്കെ, ആൻഡ് ഹാസ് പ്രൊഡ്യൂസ്ഡ് 5 നോബൽ പ്രൈസ് വിന്നേഴ്സ് അമംഗ് ഇറ്റ്സ് എംപ്ലോയീസ്. അതായത് ഈ കമ്പനിയുടെ 5 പ്രധാനപ്പെട്ട എംപ്ലോയീസ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ മേഖലയിൽ ഒരുപാട് സംഭാവന കൊടുത്തൊരു കമ്പനിയാണ്. ഇറ്റ് ഡെവലപ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ATM, അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അത് ഇൻവെൻറ്റ് ചെയ്തത് ഇവരാണ്. അതുപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് സ്ട്രിപ്പ്, ഈ ടെക്നോളജീസ്, 2 ടെക്നോളജീസും കൊണ്ടുവന്നത് ഈ കമ്പനിയാണ്. ഇറ്റ്സ് കമ്പ്യൂട്ടർ, ഈ കമ്പനി ഉണ്ടാക്കിയ ഡീപ് ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ അന്നത്തെ കാലത്തെ ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചിട്ടുണ്ട്. സോ അത് ലോകത്തിൽ വളരെ അതിശയമായിരുന്നു. അതായത് ഗാരി കാസ്പറോ എന്ന് പറഞ്ഞാൽ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിരുന്നു. ആ ചാമ്പ്യനെ ഒരു കമ്പ്യൂട്ടർ, അത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, 2000s ആ ഒരു സമയത്ത് ഒരു കമ്പ്യൂട്ടർ തോൽപ്പിച്ചു. അത് വളരെ ഫേമസ് ആയിരുന്നു. സോ അത്രത്തോളം എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജിയിൽ വളരെ കാലം മുമ്പേ പ്രവർത്തിച്ച ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. ആൻഡ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഇൻവെൻറ്റിംഗ് ഫ്ലോപ്പി ഡിസ്ക്. ഓക്കെ, നമ്മുടെ CDs ഒക്കെ വരുന്നതിന് മുമ്പ് മെമ്മറീസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഫ്ലോപ്പി ഡിസ്ക്. ആ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് തുടങ്ങിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക് കമ്പനിയാണിത്. ഇന്ന് നിലനിൽക്കുന്ന ഒരു അമേരിക്കൻ കമ്പനി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, IBM. ഓക്കെ, IBM. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഈ ഒരു ലോഗോയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആക്ച്വലി IBMൻ്റെ ഒറിജിനൽ ലോഗോ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഓക്കെ, ബ്ലൂ കളറാണ്, അതുകൊണ്ടാണ് അവരെ ബിഗ് ബ്ലൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് ഇവരുടെ വേറൊരു എന്താ പറയുക, ഒരു ഹോൾഡിങ്ങിലെ ഫോട്ടോയാണ്. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇവരുടെ ലോഗോ അല്ല. ഈ കമ്പനിയുടെ പേര് IBM ആണ്. ഇതിൻ്റെ ലോഗോ ബ്ലൂ കളറിലാണ്. ഓക്കെ, ബ്ലൂ സ്ട്രൈപ്സ് ആണ്. നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് ലോകം മാറ്റി മറിച്ചൊരു ടെക്നോളജിനെ കുറിച്ചാണ്. നമുക്ക് ഇന്ന് ദൂരെയുള്ള ഒരാളെ ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, അല്ലേ? പണ്ട് കാലത്ത് ഇങ്ങനൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല, കത്ത് ഇടപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു കാലത്ത് നിന്ന് ലോകത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലത്തേട്ട് എന്താണ് പറയുക, വളരെ നിമിഷ നേരം കൊണ്ട് സന്ദേശങ്ങൾ അയക്കാൻ പറ്റിയ ഒരു ടെക്നോളജി. ഓക്കെ, കുറേ നാൾ മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2015 ഇന്ത്യയിൽ ഈ സേവനം നിർത്തലാക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയും. സോ അന്നത്തെ കാലത്ത് ഏകദേശം എന്താ പറയുക, late 1800s അല്ലെങ്കിൽ ആ ഒരു 1900s തുടക്കം ടിൽ നമ്മുടെ ഒരു 2015 ഈ ഒരു സമയം വരെ നിലനിന്ന ഒരു ടെക്നോളജി, നമ്മുടെ ഇന്നത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനൊക്കെ അടിത്തറ പാകിയ ആ ഒരു ടെക്നോളജി. വേൾഡ് വാർ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഈ ടെക്നോളജിയുടെ കേബിൾ കട്ട് ചെയ്യുന്നതായിരുന്നു ഒരു വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. കാര്യം എന്താണ്, ട്രൂപ്പ് ബോംബിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഇൻഫർമേഷൻ വേണം, അല്ലേ? സോ അത്രയും ഫേമസ് ആയിട്ടുള്ള ലോകത്തെ തന്നെ മാറ്റി മറിച്ചൊരു ടെക്നോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് യൂസ്ഡ് എ സീരീസ് ഓഫ് ലോങ് ആൻഡ് ഷോർട്ട് ഇലക്ട്രിക്കൽ പൾസസ്, ഡോട്ട് ആൻഡ് ഡാഷ്. ഓക്കെ, ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഡോട്ട് ആൻഡ് ഡാഷ്. ഇതാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു എന്താ പറയുക, ഡോട്ടും ഡാഷുകളും വഴി ലോകത്തിൻ്റെ സന്ദേശം മൊത്തം ഇവർ കൈമാറി. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് ഡാഷ് നിങ്ങൾക്ക് അറിയാം? മോഴ്സ് കോഡ്, മോഴ്സ്. ഇതിൻ്റെ ഒരു ഇൻവെൻറ്ററാണ് മോഴ്സ് കോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ മോഴ്സ് കോഡ് അനലൈസ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഈ സന്ദേശം കൈമാറ്റം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്താണെന്ന്? ദ ഫസ്റ്റ് ഒഫീഷ്യൽ മെസ്സേജ് സെൻഡ് വിത്ത് ദിസ് വാസ് വാട്ട് ഹാത്ത് ഗോഡ് വ്രോട്ട്. ഓക്കെ, ഈ പറഞ്ഞ മെസ്സേജാണ് ഇതിനകത്ത് ആദ്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട മെസ്സേജ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് ഹലോ അല്ലേ, ഫോൺ വിളിച്ചിട്ട് ഹലോ എന്ന് വിളിച്ചില്ലേ, അതാണ് പിന്നീട് ഫേമസ് ആയിട്ടുള്ള ലോകത്തെല്ലാവരും നമ്മൾ ഇന്ന് ഫോൺ എടുത്താൽ പറയുന്ന ഹലോ, അങ്ങനെയാണ് വന്നത് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജിയുടെ ആദ്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വാട്ട് ഹാത്ത് ഗോഡ് റോട്ട് എന്ന് പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു.
ഇറ്റ് ഈസ് ലൈഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ദ ഓൾ മോഡേൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അതുവരെ ഉള്ള ആ ഒരു തുടക്കം വന്നത് ഇവിടെ നിന്നാണ്. ഇറ്റ് യൂസ്ഡ് എ സ്പെസിഫിക് എന്താണ് ഒരു കോഡ്, ആ കോഡിനാണ് മോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് സാമുവൽ മോഴ്സ് ആണ്. ഓക്കെ, ഡോട്ട് ആൻഡ് ഡാഷ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് ടെലഗ്രാഫ്. ഓക്കെ, മലയാളത്തിൽ കമ്പി എന്ന് പറയും, കമ്പി സന്ദേശം എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, കമ്പി വരൂ എന്നൊക്കെ പറയും അല്ലേ. വളരെ ചെറിയ വേർഡ്സ് മാത്രമാണ് ഇതിന് വഴി അയക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കമ്പി സന്ദേശം എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ പണ്ട് കാലത്ത് സിനിമകളൊക്കെ കാണുവാണെങ്കിൽ കമ്പി വന്നു, കമ്പി അടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വേർഡ് വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ദിസ് ഈസ് ടെലഗ്രാഫ്. ഓക്കെ, ഇതിങ്ങനെ ഡോട്ട് ഡാഷ് ഇങ്ങനെ അടിച്ചിട്ടാണ്. ഓക്കെ, ഈ മോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്ത് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറേയൊക്കെ നടക്കുമ്പോൾ ഇത് യൂസ് ചെയ്യപ്പെട്ടാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വേൾഡ് ലീഡറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരുടെ ആരാധന പുരുഷനാണ് ഇദ്ദേഹം. ഓക്കെ, ഒരു സ്പെസിഫിക് പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്താണ് പറയുക, വലിയൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങൾ. ബിഫോർ എൻറ്ററിങ് പൊളിറ്റിക്സ് ഹി വാസ് എ ക്ലാസിക്കലി ട്രെയിൻഡ് പിയാനിസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ലോയർ. ഓക്കെ, അദ്ദേഹം ഈ റവല്യൂഷനൊക്കെ മുമ്പ് ഒരു പിയാനിസ്റ്റും ആയിരുന്നു, ഒരു ലോയറും ആയിരുന്നു. He led his country through a brutal special period of economic crisis for the following collapse of his main superpower ally. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യത്തിൻ്റെ വലിയൊരു അലൈ ആയിരുന്നു. ബട്ട് അവർ ഇവരെ കുറച്ച് ചൂഷണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ അതിനെതിരെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കലാപം വിപ്ലവമൊക്കെ നടന്നു. അമേരിക്കക്കാരെ പുറത്താക്കി ഇവർ അധികാരം സ്ഥാപിച്ചു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, ഇപ്പോൾ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. ആ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന കരിമ്പ് കൃഷിക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഹി ഹോൾഡ്സ് ദ വേൾഡ്സ് റെക്കോർഡ്. അതൊന്നും ആലോചിക്കുക. ഓക്കെ, ഇദ്ദേഹത്തിന് ഇപ്പോഴും ഒരു വേൾഡ് റെക്കോർഡുണ്ട് ഫോർ ദ ലോങ്ങസ്റ്റ് സ്പീച്ച് എവർ ഡെലിവേർഡ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ ഏറ്റവും നീണ്ട പ്രസംഗം അത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ആ റെക്കോർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. 4 മണിക്കൂറാണ് 29 മിനിറ്റ് നിർത്താതെ പ്രസംഗിച്ചു ഇദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ. ഓക്കെ, ഹീ സർവൈവ്ഡ് ഓവർ 600 അസാസിനേഷൻ അറ്റംപ്റ്റ്സ്. അമേരിക്കയുടെ 600-ലധികം കൊലപാതക ശ്രമത്തെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. ഹി ട്രാൻസ്ഫോംഡ് ഹിസ് ഐലൻഡ് നേഷൻ ഇൻ ടു എ വൺ പാർട്ടി സോഷ്യലിസ്റ്റ്. ഓക്കെ, ഒരു വൺ പാർട്ടി സോഷ്യലിസ്റ്റ് നേഷനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ പവർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഈ രാജ്യം എന്ന് പറയുന്നത് ക്യൂബയാണ്. അപ്പോൾ ക്യൂബയുടെ ഒരു വിപ്ലവ നായകൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കത്തിച്ച സിഗാറുമായിട്ട് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഫിദൽ കാസ്ട്രോ. ഓക്കെ, ഫിദൽ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ലീഡേഴ്സിൽ ഒരാളാണ്. ഓക്കെ, ഫിദൽ കാസ്ട്രോയും ചെഗുവേരയും ഒക്കെയാണ് അല്ലേ. ചെഗുവേര എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂടെ വിപ്ലവത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ബൊളീവിയയിലേക്ക് പോയി. ബൊളീവിയയിലെ കലാപത്തിനിടയ്ക്ക് അമേരിക്കൻസിൻ്റെ പിടിയിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ബട്ട് ഇദ്ദേഹം മന്ത്രിയായിട്ട്, ഇദ്ദേഹം അവിടെ രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് തുറന്നു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള റൗൾ കാസ്ട്രോ ആണ് പിന്നീട് ക്യൂബ ഭരിച്ചത്. ഇപ്പോൾ ആ ഭരണം മാറിയോ. ഓക്കെ, നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസിനെ കണ്ടു അല്ലേ. നമ്മൾ ഇന്ത്യൻ കമ്പനീൻ്റെ ഒന്നും ഡിസ്കസ് ചെയ്തില്ല. അത് ശരിയല്ലല്ലോ അല്ലേ. നമുക്ക് ഇന്ത്യക്കാർക്കും കുറേ കമ്പനീസ്, ലെജൻഡറി ആയിട്ടുള്ള കുറച്ച് കമ്പനി ഇല്ലേ, എല്ലാവർക്കും ടാറ്റേനെ റിലയൻസിനെ കുറിച്ച് അറിയാം. ബട്ട് നമ്മൾ അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് വേറൊരു കമ്പനിയാണ്, നമുക്ക് നോക്കാം. ദിസ് കമ്പനി വാസ് ഫൗണ്ടഡ് ഇൻ 1945. വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. അതായത് ഒരു വെജിറ്റബിൾ ട്രേഡ് ചെയ്യുന്ന കമ്പനിയായിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. ആൻഡ് ഒറിജിനലി ഫോക്കസ്ഡ് ഓൺ മാനുഫാക്ചറിങ് സൺഫ്ലവർ ഓയിൽ. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ ലോഗോ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോഴും ഒരു സൺഫ്ലവർ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുന്ന ഡിസൈൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇൻ ദ ലൈറ്റ് 1970s ആൻഡ് 80s ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അടഞ്ഞ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഓക്കെ, ഈ IBM പോലത്തെ ഇൻ്റർനാഷണൽ കമ്പനീസൊക്കെ കൊക്കക്കോളയൊക്കെ അവരൊക്കെ പുറത്താക്കിയ ഒരു സമയം കൂടിയായിരുന്നു. സോ ആ ഒരു സമയത്തെ ഓപ്പർച്യൂണിറ്റി കണ്ട് അവരുടെ സ്വന്തമായിട്ടുള്ള വെജിറ്റബിൾ മാനുഫാക്ചറിങ് ആ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി ടെക്കിലേക്ക് ഈ കമ്പനി കടന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഫൗണ്ടേഴ്സ് അങ്ങനെയാണ് IT ഇൻഡസ്ട്രി അല്ലേ. കാര്യം IBMനോട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ആ ഒരു ഗ്യാപ്പ് നോക്കി ഇന്ത്യയുടെ ടെക് ഇൻഡസ്ട്രി പിടിച്ചടക്കാൻ നോക്കി, അല്ലെങ്കിൽ പിടിച്ചടക്കിയ ഒരു കമ്പനിയാണിത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ IT കമ്പനി ടു ബി ISO 9000 സർട്ടിഫൈഡ്. ഓക്കെ, ISO 9000 സർട്ടിഫൈ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ IT കമ്പനിയാണ്. ഓക്കെ, അതൊരു ഗ്ലോബൽ ബെഞ്ച് മാർക്കായിട്ട് മാറി. സോ IT സൊല്യൂഷൻസിൽ, IT സർവീസസിൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണിത്.
ദ കമ്പനീസ് ലോഗോ ഫീച്ചേഴ്സ് എ മൾട്ടി കളേർഡ് സൺഫ്ലവർ. ഞാൻ പറഞ്ഞു, അതായത് അവരുടെ ആ ഒരു സൺഫ്ലവർ എന്നുള്ള റൂട്ട്സ് അതിപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ലോഗോയിൽ ഇപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ചെയർമാൻ വളരെ ഫേമസ് ആണ്. ഈ കമ്പനി പോലെ തന്നെ വളരെ ഫേമസ് ആണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അസിം പ്രേംജി. ഓക്കെ, അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഫിലാന്ത്രോപ്പിയിൽ ഒരുപാട് സംഭാവന കൊടുത്തു. തൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ഫിലാന്ത്രോപ്പിക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയാണ് അസിം പ്രേംജി എന്ന് പറയുന്നത്. ഈ അസിം പ്രേംജിയാണ് ഈ ഒരു സ്ഥാപനത്തിനെ ഇത്രത്തോളം വളർത്തിയ ഒരു വ്യക്തി എന്ന് പറയുന്നത്. സോ ഒരു വെജിറ്റബിൾ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഒരു IT കമ്പനിയാക്കി മാറ്റി ലോകത്തിൽ തന്നെ വലിയൊരു കമ്പനിയാക്കി ഇതിനെ മാറ്റിയ അസിം പ്രേംജി ചെയർമാനായിട്ടുള്ള ഈ കമ്പനിയാണ് വിപ്രോ. ഓക്കെ, നിങ്ങൾക്കറിയാം ഇതൊരു ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു കാണുമ്പോൾ ആക്ച്വലി ഇത് പുതിയ ഡിസൈനാണ്. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ലോഗോ എന്ന് പറഞ്ഞാൽ ഒരു സൺഫ്ലവർ തന്നെയായിരുന്നു ആ കമ്പനിയുടെ തുടക്കം കാണിക്കാൻ വേണ്ടി. ഇതും സൺഫ്ലവറിൻ്റെ ആ ഒരു നടുക്കുള്ള ഗ്രെയിൻസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലോഗോ ആണ്. സോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലായിട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫൈനൽ സ്ലൈഡാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് താരമാണ്. ഓക്കെ, ഞാൻ ഒരുപാടൊന്നും നീട്ടി വലിക്കുന്നില്ല, എല്ലാവർക്കും വളരെ അറിയാം. ഇതിനകത്ത് ഒരൊറ്റ വേർഡ് മാത്രം മതി അല്ലേ, ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ഈ വേർഡ് മാത്രം മതി ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ഹി വൈഡ്ലി റിഗാർഡഡ് ആസ് ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആൻഡ് മാസ്റ്റർ ബ്ലാസ്റ്റർ. ഹീ ഈസ് ദ ഓൺലി പ്ലെയർ ടു ഹാവ് സ്കോർഡ് 100 ഇന്ത്യൻ നാഷണൽ സെഞ്ചുറീസ്. അതായത് 100 സെഞ്ചുറീസ് സ്കോർ ചെയ്ത ഒരേ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹിസ് കരിയർ സ്പാൻഡ് ഓവർ 24 years. 16-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം വളരെ നീണ്ട ഒരു കരിയർ ഉണ്ടായിരുന്നു. ദ ചാൻറ്റ് ഓഫ് ഹിസ് നെയിം യൂസ് ടു എക്കോ ത്രൂ ഔട്ട് ദ സ്റ്റേഡിയംസ്. കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ അത്രയും ഓളം ഉണ്ടാക്കിയ മറ്റൊരു പ്ലെയർ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ ഫെയർവെൽ മാച്ചും വളരെ ഫേമസ് ആയിരുന്നു അല്ലേ, നമ്മളെല്ലാവരും ഒരുപാട് പേര് കണ്ടതാണ്. ആളാരാന്ന് ഞാൻ പറയണ്ടല്ലോ, സച്ചിൻ ടെണ്ടുൽക്കർ. നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫെയർവെൽ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിനെ എടുത്തുയർത്തിക്കൊണ്ട് ആ ഒരു ഗ്രൗണ്ടിനെയൊക്കെ വലം വെച്ചതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ടും അല്ലേ സ്ട്രൈറ്റ് ഡ്രൈവും ഒക്കെ എല്ലാവർക്കും ഇപ്പോഴും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് മീ ബേസിൽ സൈനിങ് ഓഫ്.